ഇതെന്താണ് ചെയ്യണേ, ഇതുകൊണ്ട് എന്താണ് ഗുണം, ഇതെന്തിനു ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളെ കാട്ടിത്തരികയാണ് സുഹൃത്തുക്കളെ. ഞാനിതിൻ്റെ ഇവിടെ പച്ചക്കറി കുത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ മരം മുറിച്ച് കളഞ്ഞു, കട മുറിച്ച് കളഞ്ഞു. എരുമേന്ന് ഉണ്ടായേക്കണ ഇണപ്പ് പൊട്ടി ഉണ്ടായേക്കണതാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് ചെയ്യണേ, എന്താണ് ഇതിൻ്റെ ഗുണം, എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്ന് നിങ്ങളെ ഞാൻ കാട്ടിത്തരാം സുഹൃത്തുക്കളെ. മുരിങ്ങല ശരീരത്തിന് വളരെ എന്ത് കറിയിൽ ഇടാവുന്നതാണ് മുരിങ്ങല. സാമ്പാർ വയ്ക്കണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയില്ലാണ്ട് പറ്റില്ല. അതിൻ്റെ ഇല, അതിൻ്റെ നീര്, അതിൻ്റെ തുണ്ട് എല്ലാം ഔഷധ ഗുണമുള്ള സാധനമാണ്. മുരിങ്ങല കഴിച്ചാൽ ബുദ്ധി കൂടുന്നാണ് പൂർവികർ പറഞ്ഞിരുന്ന അറിവ്. അപ്പോൾ അതിൻ്റെ ഇല ഇന്ന് ഞാൻ കറി വയ്ക്കാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ ശരിയാക്കുന്നു, ഇതെങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് ഏറ്റവും നല്ല ഔഷധമുള്ള മരുന്നാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസവും പച്ചിലക്കറികൾ ഉപയോഗിക്കുക. പച്ചിലക്കറി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഗുണം ചെയ്യും. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പണി നിങ്ങൾ കാണുക, കണ്ടു പഠിക്കുക. നിങ്ങൾ ഇറച്ചി മീനും കുറയ്ക്കുക. ഇത് വെറുതെ പറഞ്ഞു പോകുന്നില്ല. ഇത് കണ്ടുപഠിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് 10 കൊല്ലം കൂടി കൂടുതൽ ജീവിക്കാം. ഇത് കൃഷിക്കാരൻ്റെ ഗ്യാരണ്ടിയാണ്. ഒരു കർഷകനായ സത്യസന്ധനായ ഒരു കർഷകൻ പറയുന്ന സത്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കണം. ഞാൻ പറയുന്നു, ഞാൻ തരുന്ന ഓരോ സാധനവും ഗ്യാരണ്ടി ഉള്ളതാണ്. ഞാനാണ് ഗ്യാരണ്ടി, വ്യക്തിപരമായി പറയുന്നത്, സ്വന്തമായി ഗ്യാരണ്ടി. കൃഷിക്കാരൻ പറയുന്ന സത്യസന്ധമായ ഞാൻ പറയുന്ന ഗ്യാരണ്ടി. നിങ്ങളിത് മേടിച്ച് ഇത് കണ്ടുപഠിക്കൂ, ഇത് മനസ്സിലാക്കൂ. 10 കൊല്ലം ദീർഘായുസ്സുണ്ടാവും. ഇത് ഉപയോഗിക്കൂ. നോക്കുക ചെയ്യാൻ പോകുന്ന പ്രവൃത്തി. സുഹൃത്തുക്കളെ, ഇത് കാണുക. എന്താ ഇതുപോലെ ഒടിച്ചെടുക്കുക. കഷ്ടപ്പാടുണ്ട് സുഹൃത്തുക്കളെ, സമയമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഇലകൾ അടത്തി കളയുക. ഞാരും വേരും കളയുക. ഇതിങ്ങനെ എടുക്കുക, ഓരോ ഇതളുകളും കളയുക. എനിക്ക് 57 വയസ്സായി സുഹൃത്തുക്കളെ. ഒരസുഖം എന്നവർക്ക് ഉണ്ടായിട്ടില്ല. ഈശ്വരാനുഗ്രഹം, ദൈവാനുഗ്രഹം. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പച്ചക്കറിയാണ്. എനിക്ക് പച്ചക്കറിയോടാണ് താല്പര്യം. ഇറച്ചി മീനും കഴിക്കില്ല എന്നല്ല ഏട്ടാ പറഞ്ഞത്. ഇറച്ചി മീനും കഴിക്കുക. എൻ്റെ വീട്ടിൽ മീൻ വളർത്തുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ട്. അത് നിങ്ങളെ വേറെ ദിവസം മീനെ നിങ്ങളെ കാട്ടി തന്നു, മീനിൻ്റെ കോഴിയുടെ വേറെ ദിവസം നിങ്ങളെ കാട്ടി തരുന്നതായിരിക്കും. ഇതുപോലെ ഇത് കാണുക. നിങ്ങൾ ഇതുപോലെ കണ്ടാ ഇന്ന് കുടഞ്ഞ് കളയുക. പഴുത്തുണ്ടെങ്കിൽ കുടഞ്ഞ് കളയുക. ഇതിങ്ങനെ ഊർത്തിയതിന് ശേഷം കണ്ടാ കണ്ടാ എന്താ കൈപ്പത്തിയാണ് ഊരിക്കളയുക. പഴുത്തലിനി കളയുക. എന്താ ഏറ്റവും ഔഷധ ഗുണമുള്ള മരുന്നാണ് ഇത്. നിങ്ങൾ കൊണ്ടുപോയി ഉപയോഗിക്കണം സുഹൃത്തുക്കളെ. കണ്ടാ ഇത് കൊണ്ടുപോയി നിങ്ങൾ വെച്ച് കഴിക്കണം. കണ്ടാ കണ്ടാ എന്ത് രസമാണ് ഇത് കാണാൻ. കണ്ട ഒരു പുഴുക്കേടോ ഒന്നും ഇതുമില്ല. കണ്ടാ ഇങ്ങനെ ഊർത്തുക. കണ്ടാ കണ്ടാ എന്താ രസം. ഇളന്താണ്. ഇത് കൊണ്ടുപോയി പാചകം വെച്ച് കഴിക്കണം. കണ്ടാ ഇതിങ്ങനെ ഊർത്തിക്കളയുക. ഇതിങ്ങനെ അടർത്തിയെടുത്താൽ ആരോഗ്യത്തിന് വളരെ ഔഷധ ഗുണമുള്ളതാണ്. ദീർഘായുസ്സുണ്ടാവും. കാണുക, നിങ്ങൾ പഠിക്കുക. ഇതുപോലെ കൃഷി ഇതുപോലെ കൊണ്ടുപോയി പാചകം ചെയ്ത് കഴിക്കുക. ഇത്തിരി തേങ്ങയും ചരണ്ടിട്ട് ഇത്തിരി പച്ചമുളക് കൂടി അരിഞ്ഞിട്ടാൽ, ഇത്തിരി ഉള്ളി അരിഞ്ഞ് താലിച്ചാൽ അടിപൊളിയായി. കണ്ടാ കണ്ട സുഹൃത്തുക്കളെ. കണ്ടാ ഇതാ കൂമ്പ്. കണ്ടാ ഓരോ ഇലകളും ഇതിങ്ങനെ ഊർത്തുക. വേറെ ഒന്നും ചെയ്യാൻ ചെയ്യാതെ ഇത് കൊണ്ടുപോയി ഇത് കാട്ടുന്നത് നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്.
ഇതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളോട് പറഞ്ഞ അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ്, ദീർഘായുസ് ഉണ്ടാകുന്നതിന് വേണ്ടി. കണ്ടതിക്കേ ഓരോ കടകളും കണ്ടതിക്കേ കാണുക, കണ്ടതിക്കേ സുഹൃത്തുക്കളെ ഇത് കാണുക, കണ്ടതിക്കേ ഇതിൻ്റെ ഇല കണ്ട എന്തൊരു കിളുന്ത ഇല, അതേ കണ്ട സുഹൃത്തുക്കളെ. ഇത് കൊണ്ടുപോയി കഴിക്കുക, നിങ്ങളെ ഇത് കൊണ്ടുപോയി ഇതുപോലത്തെ നിങ്ങൾ ഉപയോഗിക്കുക, വിഷമില്ലാത്തത് കണ്ട. നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവും എന്നുള്ള ഗ്യാരണ്ടി തരുന്നു. നിങ്ങളെ പറഞ്ഞു തരുന്നത് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാണ്ട് പറ്റിക്കാനോ നേരം പോക്കിന് വേണ്ടി പറയുന്നതല്ല. ഇത് കണ്ടുപഠിക്കുന്നതിന് വേണ്ടി, ഇത് ഉപയോഗിക്കുന്ന ആഹാരം വെച്ച് കഴിക്കുന്നതിന് വേണ്ടി. ചിലവില്ലാത്ത പണിയാണ്, ബുദ്ധിമുട്ടില്ലാത്ത പണിയാണ്, റിസ്ക് ഇല്ലാത്തതാണ് ഈ പണി. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഊർത്തിക്കളയണം. കാശ് ചിലവില്ലാത്ത പരിപാടിയാണ്, പക്ഷെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന പരിപാടിയാണ്. മനുഷ്യൻ്റെ ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറയുന്ന ഗ്യാരണ്ടി മറ്റുള്ളവർ പറയുന്ന ഗ്യാരണ്ടി അല്ല. ജീവിതം ഒരു യാത്രയിലാണ്. 6 അടി മണ്ണിൽ നമ്മളെല്ലാവരും അലിഞ്ഞു ചേരേണ്ടവരാണ്.